സുരഭി ഞങ്ങളെ അനുഗ്രഹിക്കണം. എന്താടി കാശ്മീരി മുളകിന് വീണ്ടും വില കൂടിയാ? അതൊന്നുമല്ല, ഞാനൊരു സ്വപ്നം കണ്ടെന്നെ. നല്ലതോ ചീത്തയോ? നല്ലതുമല്ല ചീത്തയോ അല്ല, വല്ലാത്തൊരു സ്വപ്നം. ആരെന്തോന്നു സ്വപ്നം? അതൊരു സ്വപ്നം. കിടന്നോ, കിടന്നോ. ഞാൻ സ്വപ്നത്തിൽ കണ്ട ആളല്ലേ? സുഹാസിനി ഓരോ ദിവസം ചെല്ലും തോറും ചെറുതായി വരികയാണല്ലോ. എടോ എമ്മൻ നമ്പ്യാരെ, ഞാൻ സുഹാസിനി അല്ല, ഞാൻ സുരഭിയ. എന്നാ നിങ്ങൾക്കും തെറ്റി. ഞാൻ എമ്മൻ നമ്പ്യാരല്ല, ഞാൻ ശ്രീധരനാ, ശ്രീധരൻ. ഓ, ശ്രീധരൻ പിന്നെ വന്നു. ഇപ്പൊ മനസ്സിലായി. പണ്ട് അമ്മയുടെ പുറകെ നടന്ന് കല്യാണം കഴിക്കാന്നും പറഞ്ഞിട്ട് സാമ്പത്തികത്തിന്റെ പേരിൽ അമ്മയെ പഠിച്ചു പോയ ആളല്ലേ? അത് പഴയ ശ്രീധരൻ. ഞാൻ പുതിയ ശ്രീധരനാ, പുതിയ ശ്രീധരൻ. ഇപ്പോഴും സുഹാസിനി ഈ പുതിയ ശ്രീധരനോടൊന്ന് ഇറങ്ങി വരാൻ പറഞ്ഞാൽ ആ നിമിഷം ഞാൻ ഇറങ്ങി വന്നിരിക്കും. അയ്യോ, സത്യം. ആ കത്തി നിൽക്കുന്നത് സൂര്യഭഗവാനാണെങ്കിൽ ശ്രീധരൻ ഇറങ്ങി വന്നിരിക്കും. ഇത് സത്യം, സത്യം, സത്യം. അല്ല, ഇതെന്തൊരു കയ്യിൽ ഫ്ലാസ്ക് കൊണ്ടു നടക്കുന്നത്? ഇച്ചിരി കട്ടൻ ചായ. ഈ ഇവിടുന്ന് എനിക്ക് ഒരു പച്ചവെള്ളം കിട്ടില്ലെന്ന് എനിക്കറിയാം. അപ്പൊ കൂടെ കൊണ്ടുവന്നതാ. വേണോ? വേണ്ട. അമ്മ അകത്ത് കയറ്റി ഇരുത്തണില്ലേ? വേണ്ട, അവിടെ നിന്നാ മതി. എന്നാ ഞാൻ പോട്ടെ അമ്മ. പോയിട്ട് വാ. പോണേ. സുഹാസിനിക്ക് ഇപ്പോഴും എന്നോടുള്ള നീരസം മാറിയിട്ടില്ല അല്ലേ? അയ്യോ, അതിന് നമ്മൾ എപ്പോഴാ രസത്തിലിരുന്നിട്ടുള്ളത്? ആഹാ, ഇത് എപ്പോഴും വന്ന് ഇപ്പൊ കണ്ട തിരിച്ചറിയില്ല കേട്ടാ. അല്ല, എന്ത് വന്നത്? അതെ, ഞാനൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. എന്റെ ആത്മകഥയെ അനുഭവങ്ങളുടെ പൊന്നീച്ചകൾ. നന്നായി. ഇത് വായിച്ചാൽ സുഹാസിനിക്ക് എന്നോടുള്ള വെറുപ്പ് മുഴുവൻ മാറിക്കിട്ടും. അല്ല, ഞാന് കുഴപ്പമില്ല. അത് എന്താ അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഞാൻ അതങ്ങ് തരാം. എന്നിട്ട് ഞാൻ വായിച്ചോളാം. അയ്യോ, വിലയൊന്നും വേണ്ട. ഈ പുസ്തകം എന്റെ സുഹാസിനിയെ കൊണ്ട് പ്രകാശിപ്പിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നല്ല ആഗ്രഹം. അത് പേടിക്കേണ്ട കാര്യമില്ല. വായിച്ചു കഴിഞ്ഞതിന് ശേഷം കൊച്ചമ്മ തന്നെ തീപ്പെട്ടി വരെ പ്രകാശിപ്പിച്ചോളൂ. ഒന്ന് വിടും. ഈ പുസ്തകം ഞാൻ ഈ പാതാരബന്ധങ്ങളിൽ സമർപ്പിച്ചോട്ടെ. സുഹാസിനിയുടെ മനസ്സ് മാറുന്നത് വരെ ഞാൻ ഈ ചന്ദ്രഹാസത്തിന് ചുറ്റും പാടി നടക്കും. നിന്മന്ദഹാസം ചന്ദ്രികയായെങ്കിൽ എന്നേ ഞാനിപ്പോ തീർന്നേ. വട്ടായ പിന്നെ എന്ത് ചെയ്യും? തലയ്ക്ക് നല്ല സുഖമില്ല കേട്ടോ. എന്റെ കെട്ടിയേ അടങ്ങുമെന്നും പറഞ്ഞ നടപ്പ്. ഒരു ഘട്ടം കഴിഞ്ഞ അങ്ങനെയാണ് കൊച്ചമ്മ. ഇങ്ങനെ ഇരുന്നങ്ങ് തീർന്നു കിട്ടിയാ മതി. ദൈവമേ നായിപ്പോ. ആരെ? അവിടെ അവിടെ. സാർ എന്തിനാ സാറിന്റെ ഉള്ള വില കളഞ്ഞിട്ട് വീണ്ടും ചന്ദ്രഹാസത്തിലേക്ക് വരുന്നത്? നിനക്ക് അങ്ങനെ തോന്നിയോ? തോന്നി സാറേ. എന്നാ എനിക്ക് അങ്ങനെ തോന്നിയില്ല. അവര് സാറിന്റെ അടുത്തൊന്ന് ഇരിക്കാൻ കൂടി പറഞ്ഞില്ല. അതിനിപ്പോ അവര് പറയുകയില്ല. പക്ഷേ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രഹാസത്തിൽ വരുന്നത് എന്തിനാണെന്ന് എനിക്കറിയോ? ഇല്ല സാർ. അവരെ എന്നേക്കുമായിട്ടൊന്ന് ഇരുത്തണം. അതിനു വേണ്ടിയാടാ മനോജ് ഞാനിങ്ങനെ ഒരു ബഫൂണിനെ പോലെ ഇടയ്ക്കിടയ്ക്ക് ചന്ദ്രഹാസത്തിൽ ചെന്നു. ബോംബെയിൽ നിന്ന് സുരഭിയെ കാണാൻ ഒരു തരുൺ ചോപ്ര വന്നിട്ടുണ്ടല്ലോ. അവൻ ആരാണെന്ന് നിനക്കറിയോ? അറിയാം. അത് മുംബൈയിലുള്ള സാറിന്റെ കുഞ്ഞമ്മയുടെ മോന്റെ മോനല്ലേ?
അവൻ ഒരു ഫ്രോഡല്ലേ സാറേ? ആ ആ ഫ്രോഡിനെ ഈ കളത്തിലേക്ക് ഇറക്കിയത് ഞാനല്ലടോ. എന്തിന്? എടാ, സുരഭി പിക്കിൾസിനെ അട്ടപ്പടലം പൂട്ടിക്കണം. അതിന് സാറിന്റെ ശത്രു സുഹാസിനിയല്ലേ? സാറെന്തിനു സുരഭിയുടെ അച്ചാർ കമ്പനി പൂട്ടിക്കണം? എടാ പൊട്ട, ഇത്രയും കാലം എന്റെ ഡ്രൈവറായിട്ട് നടന്നിട്ട് ഇപ്പോഴും നിനക്ക് ഇതൊന്നും മനസ്സിലായിട്ടില്ല അല്ലേ? സുരഭി പിക്കിൾസ് പൂട്ടിയാൽ അതിന് കാരണക്കാരി സുഹാസിനിയാണെന്നേ അവർ കരുതൂ. കരുതിക്കോട്ടെ, അതിന് സാറിനെന്താ? സുരഭിയും കൊച്ചമണിയും കൂടി സുഹാസിനി പിക്കിൾസിനെ തകർക്കാൻ കളത്തിലിറങ്ങുന്ന അറ്റ് എ ടൈമിൽ ഈ ശ്രീധരമേനോൻ അവതാരമായിട്ട് അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ഇപ്പൊ മനസ്സിലായി. എന്നെ അപമാനിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ പൂട്ടും, മണിച്ചിത്ര താഴിട്ട് പൂട്ടും. എവക്കിത് എന്തോന്നാണ്? നിന്റെ ആരെങ്കിലും ചത്താ സുരഭി? എവിടെ ഒരു അച്ചാറ് കമ്പനി തുടങ്ങണമെന്ന് പറഞ്ഞ് ഇവക്കാണല്ലോ ദണ്ണ മുഴുവൻ. അതിലിപ്പോ എന്തിനാണ് കുഴപ്പം? അവര് തുടങ്ങട്ട്. നീ എന്തിനു വിചാരിച്ച നമ്മുടെ അച്ചാർ ആരും മേടിക്കൂലെന്നാ? അങ്ങനെയൊന്നും ആരും വിചാരിക്കണ്ട. അവരങ്ങനെ പുതിയ കമ്പനി തുടങ്ങണമെങ്കിൽ തുടങ്ങിയതുപോലെ പൂട്ടിക്കോളും. അമ്മ ഇതെന്തോന്ന് അറിഞ്ഞിട്ട് അമ്മ ഈ സംസാരിക്കുന്നത്? അവര് പഴയ ആൾക്കാരാണ്, പുതിയ ആൾക്കാരൊന്നും അല്ല. പണ്ടേ മുളകോടി മാവോടി മല്ലിപ്പൊടിയൊക്കെ ഉള്ള ടീമാണ് ഇപ്പൊ അച്ചാർ കമ്പനി ഇറങ്ങാൻ പോകുന്നത്. ഈ മാവും ഉപ്പും ഇതൊന്നും പോരാഞ്ഞിട്ടാണ് ഇനിയിപ്പോ മനുഷ്യന്റെ വയറ്റത്തടിക്കാൻ അച്ചാറും കൂടി തുടങ്ങാൻ പോകും. അത് മാത്രല്ല, അവര് പ്രോഡക്റ്റ് ഒക്കെ മാർക്കറ്റിൽ ഇറക്കുമ്പോൾ നല്ല പരസ്യം ചെയ്ത് ഇറക്കും. അത് കൊള്ളാമോ ഇല്ലെന്നുള്ള കാര്യം രണ്ടാമത്തെ കാര്യമാണ്. വലിയ വലിയ സിനിമ നടന്മാരും നടിമാരെയൊക്കെ വെച്ചാണ് തുടങ്ങുന്നത്. അത് കണ്ട് ആൾക്കാർ വാങ്ങിച്ചോണ്ടും പോവും. നമ്മളതാണെങ്കിലാ എന്തോ ചെയ്യും? താഴെ വന്ന് കിടക്കും എല്ലാം കൂടെ. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ അമ്മ. തള്ളേ മക്കള് പറഞ്ഞ പോലെ അവര് മാർക്കറ്റ് പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വയറ്റത്തടിക്കുമല്ല. നമ്മളിപ്പോ എന്ത് ചെയ്യും? അതാണ് ആലോചിക്കുന്നത്, എന്ത് ചെയ്യൂന്ന്. അതിനെന്തെങ്കിലും ഒന്ന് ആലോചിക്കണേ. തലയ്ക്കും കൈ കൊടുത്തിരുന്നിട്ട് എന്തിനാണ് കാര്യം? നമ്മൾ ഇനി പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ് ഇറക്കിയാലേ നമുക്ക് ഇതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എല്ലാം താഴെ പോവും. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ചെമ്മീൻ അച്ചാർ ഇറക്കിയാലോ? ചെമ്മീനൊക്കെ എല്ലാ കമ്പനിക്കാരും ഇറക്കുന്നതാ ചേച്ചി. ഞാനൊരു ഐഡിയ പറയട്ടാ. എന്തോന്ന്? ഒടങ്കൊല്ലി അച്ചാർ. എന്റെ അമ്മ ഉടങ്കല്ലി കഴിച്ചിട്ട് ആൾക്കാർ വയറിറങ്ങി ചാവാനാ. ഒന്ന് പോയോ മണീറ്റ്. ഞാൻ ഉണ്ടാക്കണ ഒടങ്കല്ലി അച്ചാർ കൂട്ടി ഒരു കാലം ചോറുണ്ടവളാണ് ഇപ്പൊ എന്നോട് ഈ വർത്താനം പറയണത്. എന്തിനടി കുഴപ്പം അതിന്? അത് ഞാനല്ലേ കഴിച്ചോളൂ, നാട്ടുകാർ കഴിച്ചില്ലല്ലോ. ആ അച്ചാറിട്ട് എനിക്കറിയാതെ എന്തൊരു നല്ലതാണെന്ന്. നിനക്ക് വേണ്ടെങ്കി വേണ്ട, തീർന്നല്ല. ഒരു കാര്യം കൂടി പറയാം. കാന്താരി. വേറെ ഒന്നും കിട്ടുന്നില്ല, ഈ ഉടങ്കല്ലി കാന്താരിക്കേ ഉള്ളൂ. ഒന്ന് തന്നിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ കാന്താരിക്ക് എന്തരടി കുഴപ്പം? എന്തരടി കുഴപ്പം? കാന്താരി കഴിച്ചിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ കൊളസ്ട്രോൾ കുറയും, രോഗപ്രതിരോധ ശേഷി കുറയുമല്ല കൂടും, പ്രഷർ അല്ല ദഹനം കൂടും. ഇത്രയൊക്കെ പോരെ? ഒരു അച്ചാറോണ്ട് ഇത്രയൊക്കെ കിട്ടിയാ പോരെ? അമ്മ വയസ്സായ കാര്യം മാത്രമേ അമ്മ നോക്കുന്നുള്ളൂ. പിന്നെ കുട്ടികളെ എടുത്തു കഴിക്കും. പിള്ളേർക്ക് 2 മുട്ടായി വാങ്ങിച്ചു കൊടുക്കും. അല്ലാതെ എന്തിനാണ്? ഒന്ന് മിണ്ടായിരിക്കാം അവിടെ. ഓ, എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ മോളെ, നമുക്ക് ഡേറ്റ്സിന്റെ അച്ചാർ ഇറക്കാം. കൊള്ളൂല. അത് കൊള്ളാം ചേച്ചി അല്ലേ? ഞാൻ പറയുമ്പോഴെല്ലാം കൊള്ളൂല, മറ്റുള്ളവരൊക്കെ പറഞ്ഞാ നല്ലത്. ഇതിന് മാത്രം ഡേറ്റ്സ് എവിടെ നിന്ന് കിട്ടും? അയ്യോ, അത് പേടിക്കണ്ട. എന്റെ ഫ്രണ്ടേ ഹസീൻ ഇറക്കി തരും നല്ല ഡേറ്റ്സ്. നമുക്ക് അത് തുടങ്ങാൻ മോളെ. കിട്ടും, പക്ഷെ അതൊക്കെ വലിയ പരസ്യങ്ങളൊക്കെ ചെയ്യണ്ടേ? അതിന് നമുക്ക് സിനിമ സ്റ്റാറിനെ വെച്ച് വല്ലതും ചെയ്യാം. ഓ, അവർക്കൊക്കെ ഒരുപാട് പൈസ കൊടുക്കണം. അതൊന്നും വേണ്ട എന്റെ മോളെ, അവർക്ക് പൈസ കൊടുത്തൊന്നും പരസ്യം ചെയ്യിപ്പിക്കണ്ട. നമുക്ക് മോളുടെ ഫോട്ടോ വെച്ചെങ്കിൽ ചെയ്യാന്നേ. അയ്യേ, എന്റെ ഫോട്ടോ വെച്ചാ? ഒന്ന് പോ ചേച്ചി. നമ്മൾ പ്രോഡക്റ്റ് ഇറക്കിയിട്ട് നമ്മളെ ഫോട്ടോ വെച്ചിട്ടാ? അതിനെന്ത്? എന്റെ സുലോചനെ, വിവരമുള്ള ആരോടെങ്കിലും പോയി പറ. എന്തോരം ആൾക്കാര് അവനവന്റെ കമ്പനിയില് അവനവന്റെ പരസ്യമൊക്കെ ദേ ഇങ്ങനെ വെച്ചേക്കണ്. ഇവക്ക് എന്താണ് കുഴപ്പം? ഇവളാരും ആത്തലമ്മേ. അത് ഞാനും പ്രതീക്ഷ തീരുമാനിച്ചോളാം. അമ്മ മിണ്ടാതിരുന്നാണ് അമ്മ. എന്തിനാണ് എല്ലാവരും എന്നെ നോക്കണത്? ഓ, ഇനിയിപ്പോ നിങ്ങൾക്കൊക്കെ നിർബന്ധമാണെങ്കിൽ എന്റെ പടം വെച്ചോ, എനിക്കൊരു കുഴപ്പവും ഇല്ല. ഇനിയിപ്പൊ ഞാൻ സമ്മതിക്കാത്തോണ്ട് എന്റെ പടം വെക്കാതിരിക്കണ്ട. വേണ്ട. വേണ്ടേ? എന്തിനാടി എന്റെ പടത്തിന് എന്തിനാണ് കുഴപ്പം? അല്ലെങ്കിൽ നിനക്ക് പെറ്റ തള്ളയുടെ മുഖം 4 പേര് കാണുന്നത് ഇഷ്ടമല്ലല്ലോ. പ്രതീക്ഷ ഞാൻ ഇവിടെ തീരുമാനിച്ചോളാം. താട്ടെ, ഒരു പ്രാവശ്യവും കൂടി ഞാൻ ചോദിക്കാം. എന്റെ പടം വേണമെങ്കിൽ ഇപ്പൊ പറയണം. നാളെ ചോദിച്ചാൽ ഞാൻ താമസിക്കൂല. വേണ്ട. മറിയാണ്. ഞാൻ പോട്ട്. ചേച്ചി പോവല്ലേ? ഞാൻ പോണ്. ചേച്ചി പിണങ്ങിയാ? വേണ്ട, അമ്മ പണങ്ങി പോയത് വേണ്ട.
ഒന്നിലൊരു പടം അങ്ങ് വെക്ക്. കൊള്ളാം. ഡേറ്റ്സിന്റെ പിക്കിൾ കേൾക്കുമ്പോ തന്നെ രസമുണ്ട്. മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അത്രയ്ക്ക് അങ്ങ് കിട്ടാറില്ല സാധനം. ആണല്ലേ? ഇത് തന്നെയാണ് നമ്മളെ കമ്പനിയിലെ സ്റ്റാഫുകളും പറഞ്ഞത്. പക്ഷെ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ മാക്സിമം പബ്ലിസിറ്റി ആവശ്യമാണെന്ന് തോന്നുന്നു. പബ്ലിസിറ്റി കൊടുക്കാനുള്ള ലക്ഷണങ്ങളൊന്നും എന്റെ കയ്യിലില്ല. അല്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റി ആണല്ലോ സുരഭി പിക്കിൾസിന്റെ മെയിൻ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഈ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ ബിസിനസ്സിൽ കള്ളത്തരങ്ങൾ കാണിക്കാൻ പാടില്ല. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ രക്ഷപ്പെടുത്തി കഴിയില്ല. അതിനാടോ ചന്ദ്രാസൻ കമ്പനിയെ ആക്കി പറഞ്ഞ പോലൊരു അയ്യോ അണ്ണ അങ്ങനെ തോന്നിയാ? അയ്യോ അണ്ണ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല. അണ്ണ വെറുതെ തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കും അല്ലേ? എടോ, തന്റെ കോമ്പറ്റീറ്റേഴ്സ് എല്ലാം വലിയ വലിയ കമ്പനിയിലെ ആൾക്കാരാണ്. അപ്പം താൻ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ചെയ്യാതെ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഇറക്കത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അണ്ണൻ പറഞ്ഞത് ശരിയാണ് അണ്ണ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, യൂട്യൂബ് ബ്ലോഗറാ. അവന് സബ്സ്ക്രൈബേഴ്സ് അത്യാവശ്യം ഉണ്ട്, 1 million ഒക്കെ അടുത്തുണ്ട്. നമുക്ക് അവനെ വെച്ചിട്ട് സുരഭി പിക്കിൾസിന്റെ ഈ മേക്കിംഗ് പ്രോസസ്സും ബാക്കി ഈ പ്രോഡക്റ്റിനെ കുറിച്ചും ഒക്കെ നമുക്ക് പറഞ്ഞൊരു വ്ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നും. പക്ഷെ ഇതുപോലെ ഒന്നാണ് രശ്മി ചേച്ചി ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. ഏട്ടത്തി അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്യാം. അത് മാത്രമല്ല, ഇതിന്റെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ പാക്കിംഗ് ഒന്നുകൂടെ നന്നാക്കി ചെയ്യേണ്ടി വരും. പിന്നെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ ഒരു മോഡലിനെ വെച്ച് കഴിഞ്ഞാൽ ഗംഭീരവും. ഇതാണ് എന്റെ അമ്മയും പറഞ്ഞത്. അണ്ണ ഞാനൊരു കാര്യം പറഞ്ഞല്ലേ, നമ്മുടെ പിങ്കി മോളില്ലേ, പിങ്കി മോളിനെ നമ്മളെ പ്രോഡക്റ്റിന്റെ ഇതാക്കിയല്ല, മോഡലാക്കിയല്ല. കൊള്ളാം. സുരഭിയുടെ ബിസിനസ് മൈൻഡ് ഒക്കെ വല്ലാണ്ട് കൂടി. അത് മാത്രമല്ല, പിങ്കി മോളെ വെച്ച് ആണെങ്കിൽ പൈസയും കൊടുക്കണ്ടല്ലോ അല്ലേ? അയ്യോ അങ്ങനെ ഉദ്ദേശിച്ചല്ലെന്നാ. ഇപ്പം പിങ്കി മോൾ എന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്റെ മോളെ പോലെയല്ലേ. അപ്പൊ നമുക്കൊരു മോൾ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവളെ ഫോട്ടോയിൽ വയ്ക്കുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഏട്ടന്റെ അടുത്ത് പോയി പെർമിഷൻ എടുക്ക്, എന്നിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാം. പക്ഷെ പ്രക്ഷോഭയുടെ സമ്മതിക്കും, രശ്മി സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യും, ഇയാള് അമ്മയുടെ അടുത്ത് പെർമിഷൻ എടുക്ക്. അപ്പൊ പിന്നെ ഏട്ടത്തേക്ക് നോ പറയാൻ പറ്റത്തില്ല. അമ്മയുടെ അടുത്ത് സംസാരിക്കണോ അല്ലേ? പിന്നെ ഉറപ്പായിട്ടും സംസാരിക്കണം. പിന്നെ ഈ പ്രൊഡക്റ്റ് ഒക്കെ ഇറങ്ങി അത്യാവശ്യം ലാഭമൊക്കെ വന്നു കഴിയുമ്പോഴേ ഞാൻ ഈ ഐഡിയ തന്നതിന് എനിക്ക് എന്തെങ്കിലും ഒക്കെ. ഞാനാ അങ്ങോട്ട് ഐഡിയ പറഞ്ഞു തന്നത്. പിന്നെ എത്ര വേണം? താൻ പ്രൊഡക്റ്റ് ആദ്യം ലോഞ്ച് ചെയ്യും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മോനെ, നമ്മുടെ ഈ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ തൽക്കാലം പുറത്തു വിടരുത്, മനസ്സിലായോ? അതൊക്കെ നാളെ മീറ്റിംഗില് ഞാൻ നല്ല ഭംഗിയായിട്ട് അവതരിപ്പിച്ചോളാം. ശരിയമ്മ. പിന്നെ നാളെ രാവിലെയാണ് മീറ്റിംഗ് വെച്ചിരിക്കണത്. അതറിയാം. മാർക്കറ്റിംഗിന്റെ എല്ലാവരും എത്തുന്നാ പറഞ്ഞ. ഓ, ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളെ, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങള് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഈ ഒളിഞ്ഞു നിന്നുള്ള കേക്കലുണ്ടല്ലോ, മഹാബോറ. ഞാൻ ഒളിഞ്ഞൊന്നും കേട്ടില്ല. അതുപോലെ നിങ്ങളെ മാർക്കറ്റിംഗ് തന്ത്രമൊന്നും എന്റെ കമ്പനിക്ക് ആവശ്യമൊന്നും. കണ്ടല്ലോ. അപ്പൊ മാർക്കറ്റിംഗ് തന്ത്രത്തിനെ കുറിച്ചാണ് സംസാരിച്ചത്, നിനക്ക് മനസ്സിലായല്ലോ അല്ലേ? അത് മനസ്സിലായി. പ്രക്ഷോഭേട്ട അമ്മയടുത്ത് വരുന്ന ബിസിനസ് കാര്യം സംസാരിക്കണ്ടല്ലേ? അതെ, എന്റെ മോനാ. അത് ഇനിയിപ്പോ അതിന് വലിയ ബുദ്ധിയൊന്നും വേണ്ട. ഇത് വേറൊന്നും സംസാരിക്കൂലേ എന്റെ മോനെ എന്റെ അടുത്ത്? അയ്യോ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾ ഈ പറയുന്ന ഐഡിയ ഒക്കെ ഉണ്ടല്ലോ, എടുത്തു വെച്ച് നീ അങ്ങ് ഉണ്ടാക്കാതെ വിചാരിച്ച പൊന്നു മോളെ നടക്കത്തില്ല, കേട്ടല്ലോ? സുരഭി ഇപ്പൊ എന്തിനാ വന്നേ? അമ്മയടുത്ത് ഒരു കാര്യം പറയാം. ആ കാര്യം പറഞ്ഞിട്ട് പോയിക്കോ. ഓ, എന്ത് കാര്യമാണാവോ? അടുത്ത ആഴ്ചയെ എന്റെ കമ്പനിയിൽ നിന്ന് പുതിയ പ്രോഡക്റ്റ് ഞാൻ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പോ ആ പാക്കറ്റില് നമ്മുടെ പിങ്കി മോളുടെ ഫോട്ടോ വെച്ചോട്ടെ. ആരുടെ ഫോട്ടോ? നിന്റെ പ്രോഡക്റ്റില് പിങ്കി മോളുടെ ഫോട്ടോ നടക്കത്തില്ല. ഒരു പടമല്ലേ അമ്മേ? ആർക്കും ദോഷം ചെയ്യുന്ന കാര്യമൊന്നുമില്ലല്ലോ. അതെ, ഫോട്ടോയുടെ കാര്യമാണ്. അതുകൊണ്ട് തന്നെ പറഞ്ഞത്, നിന്റെ പ്രോഡക്റ്റില് പിങ്കി മോളുടെ ഫോട്ടോ വെച്ച് അങ്ങനെ നീ ഇറക്കണ്ട പ്രോഡക്റ്റ്. എനിക്കത് ഇഷ്ടമല്ല. പക്ഷെ പെണ്ണ് സമ്മതമല്ലേ? ഈ കാര്യത്തില് അമ്മയുടെ തീരുമാനം തന്നെയുണ്ട്. കേട്ടല്ലോ? അതെനിക്ക് അറിയാൻ വയ്യായിട്ട് ചോദിക്കുക, നിനക്ക് പിങ്കി മോളുടെ ഫോട്ടോ തന്നെ വെക്കണത് എന്താ ഇത്ര വലിയ നിർബന്ധം? വേറെ ആരുടെങ്കിലും ഫോട്ടോ വെച്ചോ? ഞാനൊരു കാര്യം പറയാം കൊച്ചേ, ഒരുപാട് പേര് ബിസിനസ് രംഗത്ത് വരികയാണ് പുതിയ പുതിയ പ്രോഡക്ട്സുമായിട്ട്, മനസ്സിലായല്ലോ? അപ്പൊ അത്രയ്ക്ക് ഭയങ്കരമായ കോമ്പറ്റീഷൻ ആയിരിക്കും. പിന്നെ ഈ ബിസിനസ് എന്നൊക്കെ പറഞ്ഞാലേ ലക്ഷങ്ങൾ എറിഞ്ഞിട്ട് കോടികൾ വാരുന്ന ബിസിനസ്സാ.
അതൊക്കെ നിന്നെ പോലെ ഇന്നലെ വന്ന കൊച്ചു കൊച്ചു പിള്ളേർക്കൊന്നും മനസ്സിലാവത്തില്ല പറഞ്ഞാലേ. എനിക്ക് ലക്ഷ്യങ്ങൾ എറിഞ്ഞ് കോടികളൊന്നും വരണ്ട. ഏതായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പിങ്കി മോടെ ഫോട്ടോ എടുത്ത് വെച്ച് നീ അങ്ങനെ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അമ്മയുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. ആ അയ്യോ, എന്തൊരു സ്നേഹം പിങ്കി മോളോട്. ആ മോനെ, അതൊക്കെ ഇരിക്കട്ടെ. നാളത്തെ മീറ്റിങ്ങില് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ വിശദമായിട്ടൊക്കെ അവതരിപ്പിക്കണം. എന്താ അമ്മ? അത് വേറൊന്നും അല്ല, നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്ന പുതിയ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയുകയും കാണിക്കുകയും ചെയ്യുമ്പോൾ പിങ്കി മോടെ ഫോട്ടോ അതിലുണ്ടായിരിക്കും. മനസ്സിലായോ? ആ വേറൊന്നും കൊണ്ടല്ലടാ, അവളുടെ പുതിയ പ്രോഡക്റ്റ്, സുരഭി പിക്കിൾസിന്റെ പുതിയ പ്രോഡക്റ്റ് വരുന്നതിന് മുമ്പേ നമ്മളെ പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിയിരിക്കണം. മനസ്സിലായോ? ഞാൻ ഏട്ടമ്മ. അതിനകത്ത് നമ്മുടെ കുഞ്ഞിന്റെ ഫോട്ടോ ഉണ്ടായിരിക്കണം. അത് കാണുമ്പം അവളൊന്നും ഞെട്ടും. എനിക്കതൊന്ന് കാണണം, അത്രേ ഉള്ളൂ. ശരിയാക്കാമോ? അയ്യോ, ഹാ. സുരഭി, താനിപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുക. അത് പോട്ടടോ, നമുക്ക് വേറൊരാളുടെ ഫോട്ടോ വെച്ചിട്ട് മാർക്കറ്റിംഗ്. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയൊരു പ്രോഡക്റ്റേ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ ഫോട്ടോ വെച്ച് വെക്കുന്നത് തന്നെ അത് വിജയിക്കുന്ന ഉറപ്പുള്ളണ്ടല്ലേ അണ്ണ. താനിങ്ങനെ വിഷമിക്കാതെ, നമുക്ക് ഇതല്ലെങ്കിൽ വേറൊരു വഴി. തനിക്ക് എന്തായാലും പ്രൊഡക്റ്റ് ഇറക്കിയല്ലേ പറ്റത്തുള്ളൂ. അമ്മ ഇത്രയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ആ പ്രോഡക്റ്റ് ഇറക്കാൻ പോലും തോന്നുന്നില്ല. സുരഭി, ഞാൻ തന്റെ അടുത്തൊരു സാക്ഷ്യം ചോദിച്ചോട്ടെ. നമുക്ക് എന്താണേലും പിങ്കി മോളുടെ ഫോട്ടോ വെച്ച് മാർക്കറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ ഏകദേശം തെളിഞ്ഞു കഴിഞ്ഞു. അപ്പൊ എന്തുകൊണ്ട് സുരഭിയുടെ ഫോട്ടോ വെച്ചുകൂടാന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതൊന്നും ശരിയാവില്ല, ഒന്നും പോണീറ്റ്. എന്തുകൊണ്ട് പറ്റത്തില്ല? സുരഭിക്ക് ഇപ്പൊ ഓൾറെഡി ഇന്റർനെറ്റിലൊക്കെ അത്യാവശ്യം റൈറ്റപ്സ് വന്നു, ഓൾറെഡി ഫേമസ് ആണ്. ദെൻ വൈ നോട്ട്? അമ്മ പറഞ്ഞതുപോലെ വലിയ കമ്പനിക്കൊക്കെ അത് കീഴാക്കാൻ പറ്റുള്ളൂ. അപ്പൊ എന്താ സുരഭിയുടെ പ്ലാൻ? നാളെ സുഹറെ ഒന്ന് വിളിക്കണം, എന്നിട്ട് ഡേറ്റ്സിന്റെ പണി തുടങ്ങാൻ പറയണം. എത്രയും പെട്ടെന്ന് മാർക്കറ്റിൽ എത്തിക്കണം പ്രോഡക്റ്റ് ഒക്കെ. അപ്പൊ പ്രൊമോഷനും പറയാം. ആ മോനെ, നീ 2 ദിവസം കൂടിയേ ഉള്ളൂ ഓഫറുകളുടെയൊക്കെ ഡീറ്റെയിൽസ് നടക്കാനായിട്ട്. മനസ്സിലായോ? അതുകൊണ്ട് കാര്യങ്ങളൊക്കെ സ്പീഡപ്പ് ചെയ്യണം. അല്ല, അത് കഴിഞ്ഞാൽ പിന്നെ പേടിക്കണ്ട. നമ്മളെ ഓഫറൊക്കെ അറിയുമ്പോ പിന്നെ ജനത്തിന്റെ ഇടിയായിരിക്കും അച്ചാർ വാങ്ങാൻ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ആ അതാ ഞാൻ ഈ പറയുന്നത്. കൊച്ചമ്മ, ഓ കൊച്ചമ്മ, ഓ, എന്തോ നടാ വിളിച്ചു കൂടെ, ആരെങ്കിലും ചത്തോ? ഇതിനേക്കാൾ അങ്ങ് ചത്താ മതിയായിരുന്നു കൊച്ചമ്മ. കാര്യം പറ മുത്തോണ്ണ. അതെ, ഓട്സ് വേണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. ഓട്സ് വാങ്ങിക്കാനായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പം അവിടെ ജനാവലി, വൻ ആൾക്കൂട്ടം അച്ചാർ വാങ്ങിക്കാനായിട്ട്. അത് പറ എടാ, നമ്മളെ അച്ചാർ വാങ്ങിക്കാൻ പിന്നെ ജനം ഇങ്ങനെ വരാതിരിക്കുമോ? നീ ഇതെന്തോ ഈ പറയുന്നേ? ചേടാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ. നമ്മളെ അച്ചാർ വാങ്ങിക്കാനല്ല, സുരഭി പിക്കിൾസിന്റെ അച്ചാർ വാങ്ങിക്കാനുണ്ട്. പുതിയ അച്ചാർ വാങ്ങിയിട്ടുണ്ട്, ഈന്തപ്പഴ അച്ചാർ. അത് വാങ്ങിക്കാനായിട്ട് ഭയങ്കര ജനം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അങ്ങനെങ്ങാണ് അവള് പുതിയ അച്ചാർ ഇറക്കിയെങ്കിൽ അവൾ അതുപോലെ മാർക്കറ്റിംഗ് നടത്തി കാണും. അത് കൊച്ചമ്മ പറഞ്ഞത് കറക്റ്റാ. സുരഭി കൊച്ചമ്മയെ നല്ലവണ്ണം മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. കണ്ട, ആ അച്ചാറിന്റെ പുറത്തുള്ള ഫോട്ടോ എന്റെ കൊച്ചമ്മയുടെ ഫോട്ടോ. എന്റെ ആ നോക്കണം. ഉണ്ടോ? ആ ഇത് ശരിയല്ലല്ലോ. അതെ കൊച്ചമ്മ, എല്ലാ പാക്കറ്റിലും കൊച്ചമ്മയുടെ ഫോട്ടോ ഉണ്ട്. ഞാൻ എല്ലാ പാക്കറ്റും എടുത്ത് നോക്കി. ഇതിൽ ഒരൊറ്റ കുപ്പി പോലും പോവാതുള്ള എന്താന്ന് വെച്ചാൽ അതിനുള്ള വഴി നീ നോക്ക്. ശരിയമ്മ. അത് ശരി, എന്റെ പടവോ? അത് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കൊച്ചമ്മ. അതാ പ്രോഡക്റ്റ് ഇറങ്ങിയിട്ട് 2-3 ദിവസമായി. നല്ല ചെലവുണ്ടെന്നാണ് കടക്കാരൻ പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് കമ്പനി വിചാരിച്ചാലും അതിനെ പൂട്ടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നെഗറ്റീവ് അടിക്കല്ലേ? പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അമ്മേ, നമ്മുടെ കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ട്. ആ റീല് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി വെച്ചടി കയറ്റുമായിരിക്കും. അമ്മ ഇതൊന്ന് കാണമ്മ, നമ്മുടെ കണ്ണു നിറയും കണ്ടു കഴിയുമ്പോ. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാഴണ പെണ്ണാണ്, കണ്ണു നിറ ഒരു വാളെടുത്ത് ഒരു
വിളിച്ചോണ്ട് പോടാ ഈ പട്ടിനെ. നല്ല വിധേനെ എങ്ങനെങ്കിലും കമ്പനി ഒന്നും വളർത്താൻ നോക്കുമ്പോ ഇതെല്ലാം കൂടെ ഒറ്റയടിക്കുള്ള പൂട്ടി കെട്ടിക്കും. എന്തമ്മ കൊള്ളില്ലേ? അല്ല കാര്യം കാളി. അയ്യടാ ഇമാതിരി കോപ്രായം കാണിച്ചോണ്ട് ഇനി എന്റെ മുന്നിൽ വന്നാലുണ്ടല്ലോ വിവരം അറിയും നീ. കമ്പനി വളർത്താൻ നോക്കും. നിനക്ക് പറഞ്ഞു കൊടുത്തൂടെ ഇതിനെ? ഞാൻ എന്തോന്ന് ഈ അമ്മ. കണ്ണ് നിറയൂന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് കണ്ണ് നിറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടാ. കൊണ്ടുപോ. കണ്ടുപോ എടുത്തു. അമ്മ ഇനിയിപ്പം നമ്മൾ എന്തോന്ന് ചെയ്യും? ആ ഇത് ചെയ്യാൻ നമുക്ക് വരട്ടെ നോക്കാം. അവള് കാര്യമായ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ല സുരഭയും കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. മാർക്കറ്റ് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായിട്ട് സുരഭിക്ക് അറിയാം. കൊച്ചമ്മയ്ക്ക് എത്ര മാർക്കറ്റ് വാല്യൂ ഉണ്ടെന്നും ആ സുരഭിക്ക് അറിയാം. കൊച്ചമ്മ എന്നെ നോക്കുന്നതിന് ഞാൻ ഉള്ളതാണ് പറഞ്ഞത്. അതുകൊള്ള വരട്ടടാ. ഇനി ഉണ്ടല്ലോ വഴികൾ പലതും, നമുക്ക് നോക്കാം. എന്നാലും ഇത് വല്ലാത്തൊരു പണിയായി. വല്ലാത്ത പണിയായിപ്പോയി. അല്ലാത്ത പണിയായിപ്പോയി. ഇത് മാത്രല്ല ദാണ്ട് ഇതും. അയ്യോ ഒന്ന് പറഞ്ഞു കൊടുക്കണ. ഇതിന്റെയൊക്കെ എന്തോന്ന് ബുദ്ധി ഇതൊക്കെ. കരിങ്കാളിയല്ലേ ഇത്, അച്ചാർ കമ്പനി. എന്തൊരു പൊടിയല്ല.